വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്ന് വൈകിട്ട് ലാലേട്ടൻ വീണ്ടും വരികയാണ്. പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുവാനുണ്ട്. പുകഞ്ഞു നീറുന്ന പല വിഷയങ്ങൾ എന്ന് തന്നെ പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ജിൻഡോയ്ക്കെതിരായി ജാസ്മിൻ പറഞ്ഞ ഫ്രസ്ട്രേഷൻ എന്ന വാക്കാണ്. അതെ, ബീപ് ശബ്ദത്തോടു കൂടിയാണ് ബിഗ് ബോസ് അത് പുറത്തുവിട്ടതെങ്കിലും അതിന്റെ പിൻപിലുള്ളത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം യമുന അതേക്കുറിച്ച് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഫ്രസ്ട്രേഷൻ എന്നൊരു വാക്കിനെ കുറിച്ച് ഇത്രയധികം അറിയാമെങ്കിൽ ആ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 23 വയസ്സ്. 23 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ എന്നൊരു വാക്കിനെ കുറിച്ച് ഇത്രയധികം ബോധമുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഗബ്രിയുമായി വന്നു കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ കാട്ടിക്കൂട്ടുവാൻ തുടങ്ങിയതൊക്കെ എന്താണ്? അതിന്റെ പിൻപിൽ ഫ്രസ്ട്രേഷനാണോ? അത് വളരെ കൃത്യമായൊരു ചോദ്യം തന്നെയല്ലേ? ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ അവർ കാട്ടിക്കൂട്ടുന്ന പല പേക്കൂത്തുകളും സമൂഹത്തിൽ ചർച്ചയായി മാറുന്നുവെന്നും അവർക്കത് കട്ട നെഗറ്റീവായി തീർന്നുവെന്നുമൊക്കെ അവർക്ക് അറിവ് ലഭിച്ചതാണ്. ജാസ്മിന്റെ ബാപ്പ തന്നെ അതെല്ലാം വിളിച്ചു പറയുകയും ചെയ്തതാണ്. നല്ല താക്കീത് ലഭിച്ചു. പക്ഷേ അപ്പൻ പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇന്നലെ വരെ ഇരുവരും മാത്രമുള്ള സ്ഥലത്ത് വെച്ച് സംഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആര് വന്നിരുന്നാലും യാതൊരു പ്രശ്നവുമില്ല. എല്ലാവരുടെയും കാൺകെ ഈ ഉമ്മ കൊടുക്കലും കടിയും തഴുകലും തലോടലും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പരാമർശിച്ചൊരു കാര്യമുണ്ടായിരുന്നു. യമുനയുടെ ഈ പരാമർശത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഒരു സംഭവം തന്നെയാണ്. ജാസ്മിൻ കട്ടിലിൽ കിടക്കുകയാണ്. തന്റെ ഉടുപ്പിന്റെ ടോപ്പിന് മുകളിൽ കൂടി കൈയിട്ട് ശരീരം ചൊറിയുകയാണ്. ആ സമയത്ത് ഗബ്രി അടുത്തിരുന്നു കൊണ്ട് ചോദിക്കുന്നു, നീ എന്തായി കാണിക്കുന്നേ? ഉടനെ തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, നിനക്ക് കാണണോടാ? അതെ, എനിക്ക് കാണണം. എന്താണ് വാസ്തവത്തിൽ ഇവർ ഈ പറയുന്നത്? ഇവർ ക്യാമറയുടെ മുൻപിലല്ലേ? അതെ, ക്യാമറയുടെ മുൻപിലാണ്. ക്യാമറയിൽ കൂടി ഇത് ലോകം കാണും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികളൊക്കെ ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരായ നമ്മൾ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് ദൃശ്യങ്ങളാണ് ആ വീട്ടിലുള്ള മറ്റുള്ളവർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് ഇപ്പോൾ യമുന ചോദിക്കുന്നത്, അതിനെയും ഫ്രസ്ട്രേഷൻ എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഫ്രസ്ട്രേഷൻ ആ വീട്ടിൽ ഏറ്റവും അധികം ഉള്ളത് അവർക്കാണ് എന്ന് ഓരോ നിമിഷവും അവർ വെളിപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ തങ്ങൾക്ക് വിദ്വേഷമുള്ള ഒരു കണ്ടസ്റ്റന്റിനെ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ആക്ഷേപിക്കുന്നു. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ മോശമായി ബാധിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ്. 100 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസ് കഴിയും. പക്ഷേ ഈ സമൂഹത്തിൽ ഈ ആൾക്കാരൊക്കെ പിന്നെയും ജീവിക്കേണ്ടവരാണ്, സമൂഹവുമായിട്ട് അടുത്തിടപഴകേണ്ടവരാണ്. മാത്രവുമല്ല, ജിൻഡോയെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഫിസിക്കൽ ട്രെയിനറായ വ്യക്തിക്ക് ധാരാളം സാധ്യതകളാണ് മുൻപിലുള്ളത്. അതിനൊക്കെ മങ്ങലേക്കുവാനുള്ള അതിശക്തമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നടക്കുന്ന സമയത്ത് ഞാൻ അത്രയും വിചാരിച്ചില്ല. ഇപ്പോഴാണ് മനസ്സിലായത് നിനക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആയിരുന്നു എന്ന്. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കാത്തിരിക്കുകയാണ് ഈ വാക്കിനെ കുറിച്ച് ലാലേട്ടൻ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ജനത്തിന് പ്രതീക്ഷയുണ്ട് ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് എടുക്കുമെന്നുള്ളത്. മറ്റൊരു വിഷയം ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെയധികം പ്രാധാന്യവും ഗൗരവമുള്ളതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്റെ തന്ത വിളിച്ച് എന്നെ പൊരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ അടുക്കൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന രംഗം. ഇതിനെക്കുറിച്ച് ബിഗ് ബോസിന് ലാലേട്ടന് എന്താണ് പറയുവാനുള്ളത്? ലാലേട്ടൻ തന്നെയാണ് പറഞ്ഞത്, ജാസ്മിന്റെ ഉപ്പയ്ക്ക് ശാരീരിക പ്രശ്നമുണ്ടായി, അസുഖമായി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നു, തനിക്കൊരു സർജറി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ജാസ്മിനോട് സംസാരിക്കണം. ഇതെല്ലാം ബിഗ് ബോസ് ആണ് പൊതുജനങ്ങളുടെ മുൻപിൽ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നു, ഉപ്പ എന്നെ വിളിച്ചത് അസുഖവിവരം പറയുവാനല്ല, പൊരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന്. ഇപ്പോഴും ജാസ്മിനെയും ഗബ്രിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറം ലോകത്ത് ധാരാളം ആൾക്കാരുണ്ട്. ജാസ്മിന് കണ്ടമാനം വോട്ടും ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ജാസ്മിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്തുകൊണ്ട് ജാസ്മിന്റെ ഈ പ്രവർത്തികൾ ഇഷ്ടപ്പെടുവാൻ കഴിഞ്ഞില്ല? എന്തിനാണ് ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസിലേക്ക് വിളിക്കുകയും ജാസ്മിനെ പൊരിപ്പിക്കുകയും ചെയ്തത്? ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് സമൂഹത്തിന് ഏത് തരത്തിലുള്ള മെസ്സേജ് ആണോ ലഭിക്കുന്നത്, ഏത് തരത്തിലാണോ സമൂഹം അതിനെ വ്യാഖ്യാനിക്കുന്നത്, അതേ മെസ്സേജ് ഒക്കെ തന്നെയാണ് ഈ വാപ്പയുടെ മനസ്സിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജാസ്മിനുമായി ബന്ധപ്പെടുകയും ജാസ്മിനെ ഫയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലീലാവിലാസങ്ങളെല്ലാം കൂടി കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പ്രഷർ കയറി അദ്ദേഹം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബിഗ് ബോസിനെ വിളിച്ച് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് ജാസ്മിനെ തിരിച്ചുവിടണം, കാരണം അതുപോലെ പ്രശ്നത്തിലാണ്, ജാസ്മിൻ ഇനി അവിടെ നിൽക്കണ്ട, മടക്കി അയച്ചേക്കെന്ന് പറഞ്ഞു കാണും. ആ സമയത്ത് ബിഗ് ബോസ് തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊന്നും മടക്കി വിടുവാൻ ഇവിടെ കഴിയില്ല, കണ്ടമാനം പൈസ മുടക്കി നടത്തുന്ന ഒരു ഷോയാണ്, ഇതിന് നഷ്ടപരിഹാരം നിങ്ങൾ തിരിച്ചു തരേണ്ടി വരും, അതുകൊണ്ട് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിന്റെ വാപ്പ ഒരുപക്ഷെ കട്ടായം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് അവളോട് സംസാരിക്കണമെന്ന്. അങ്ങനെയായിരിക്കാം ബിഗ് ബോസ് ജാസ്മിനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തത്. ഫോൺ കിട്ടിയപ്പോൾ ജാസ്മിനെ അദ്ദേഹം പൂരിപ്പിക്കുകയും ചെയ്തു.
വീട്ടിൽ വന്നു കയറിയ സമയം മുതൽ ധാരാളം കോണ്ടന്റ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ജാസ്മിനിൽ ബിഗ് ബോസിനും അണിയറ പ്രവർത്തകർക്കും വലിയ പ്രതീക്ഷയുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ജാസ്മിന് ഒരു താക്കീത് കൊടുക്കുവാനുള്ള അവസരം കൊടുത്ത് അവിടെ നിർത്തിയത്. കാരണം പണം മുടക്കി ഈ ഷോ നടത്തുന്ന ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. എന്നാൽ ജാസ്മിനായിട്ട് തന്നെ വലിയ വിവരക്കേട് കാണിച്ചിരിക്കുന്നു. ജാസ്മിൻ തന്നെ അതിനെ പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ആരാണ്? ബിഗ് ബോസ് ആണ്, അണിയറ പ്രവർത്തകരാണ്, ലാലേട്ടൻ എന്നറിയപ്പെടുന്ന ഒരു മഹാനടനുമാണ്. ജാസ്മിനോ ജാസ്മിന്റെ ഉപ്പയ്ക്കോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. പകരം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ കർശനമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്രയും കാലം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മുഴുവനും നുണക്കഥകൾ മാത്രമായിരുന്നു. അവർക്കിഷ്ടമുള്ളവരെ അവർക്ക് സംരക്ഷിക്കാം. പ്രേക്ഷകർ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞ് പ്രേക്ഷകരെ സുഖിപ്പിക്കുക എന്നുള്ളതിനപ്പുറം പ്രേക്ഷകരുമായിട്ട് യാതൊരു പ്രതിബദ്ധതയും ഈ ഷോയ്ക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഏഷ്യാനെറ്റിനും എൻഡമോൾ ഷൈനും ഒക്കെ കണ്ടമാനം പ്രതിഷേധത്തിന്റെ മെയിലുകൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിനെ ആ വീട്ടിൽ തുടരുവാൻ അനുവദിക്കരുത്. മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ലഭിക്കാത്ത പരിഗണന ജാസ്മിന് മാത്രം കൊടുത്തത് ഗൗരവമുള്ള തെറ്റാണ്, അതിന് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന രീതിയിൽ ഒത്തിരി കുറ്റാരോപണങ്ങളുടെ സന്ദേശങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇതൊക്കെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു നടത്തിയത്? ജാസ്മിനെ ഇത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ജാസ്മിനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതിനെല്ലാം ഇന്നത്തെ ദിവസത്തിൽ ഒരു മറുപടി അല്ല, കൃത്യമായിട്ട് മറുപടി വേണം എന്ന് തന്നെയാണ് പ്രേക്ഷക സമൂഹം വാദിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ചില നടപടികൾ ജാസ്മിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ജാസ്മിനെ ഒരു പക്ഷേ ബിഗ് ബോസ് ഈ ഷോയിൽ നിന്നും ചുറ്റ് ചെയ്ത് പറഞ്ഞു വിടാനുള്ള സാധ്യതയും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ നമുക്കും കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.